നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുത്തൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഗതാഗത വകുപ്പിനെ ഞെട്ടിക്കുകയാണ് സത്യം പറഞ്ഞാൽ മന്ത്രി ഗണേഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ എതിർപ്പുമായിട്ട് വന്നാലും തൻ്റെ പണി അല്ലെങ്കിൽ താൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അല്ലെങ്കിൽ അതിനുള്ള നടപടികളും മന്ത്രി ഗണേഷ് കുമാർ ഇതിനോടകം എടുത്തു കഴിഞ്ഞു. ഇത് ചില ആളുകൾക്ക് പരിഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ മന്ത്രി ഗണേഷ് കുമാർ മുന്നേറുകയാണ്. ഡ്രൈവിംഗ് പരിശീലനത്തിലടക്കം വലിയ മാറ്റങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമായി ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന പരിഷ്കാരം നടപ്പാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ കണ്ടെത്തേണ്ടത് 50 മുതൽ 70 സെന്റ് വസ്തുവാണ്. ഇത് വലിയ ബാധ്യത ആകയാൽ ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകൾ പൂട്ടിപ്പോകും. പകരം വൻകിട മുതലാളിമാരായ കോർപ്പറേറ്റുകൾ എത്തും. പരിഷ്കാരം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമാക്കുന്നതാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് ചില ഭാഗത്തു നിന്ന് ഉയരുന്ന ആരോപണം. ഡ്രൈവിംഗ് പരിശീലന ചെലവും ഇരട്ടിയിലധികമാകും. ഇപ്പോൾ 7,500 മുതൽ 11,000 വരെയാണ് കാർ ലൈസൻസ് എടുക്കാൻ വാങ്ങുന്നത്. 1,496 ഡ്രൈവിംഗ് സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ഓരോ സ്കൂളുകളിലും 4 മുതൽ 10 വരെ ജീവനക്കാരുണ്ട്. പരിഷ്കാര പ്രകാരം വലിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നിച്ചോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ആയിരിക്കും ടെസ്റ്റ് ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാക്കുക. ഓരോ ടെസ്റ്റിനും ഇവരായിരിക്കും ഫീസ് ഈടാക്കുക. നിയമപ്രകാരം ഫീസ് ഈടാക്കാനുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിനാണ്. ടെസ്റ്റിന് മാത്രം 300 രൂപയാണ് നിലവിലെ ഫീസ്. ഗ്രൗണ്ടും ട്രാക്കുകളും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുക്കണമെന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. അതേസമയം ടെസ്റ്റിംഗ് ട്രാക്കുകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന നിർദ്ദേശങ്ങളൊന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിലില്ല. 2017 ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിങ്ങും കയറ്റത്തിൽ നിർത്തി മുന്നോട്ടെടുക്കലുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ എല്ലായിടത്തും ഒരേ പരിശോധനാ സംവിധാനം വേണമെന്ന ഹൈക്കോടതി വിധിയുടെ ഇത് ഒഴിവാക്കേണ്ടി വന്നു. 86 സ്ഥലങ്ങളിൽ ടെസ്റ്റ് ഉണ്ടെങ്കിലും 9 എണ്ണത്തിൽ മാത്രമാണ് മാനദണ്ഡം പാലിക്കുന്നത്. പുതിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ കേന്ദ്ര നിയമത്തിനെതിരാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വാഹനത്തിന്റെ വേഗമനുസരിച്ച് ഗിയർ മാറ്റണമെന്നേയുള്ളൂ. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ഒരുക്കുന്നത്. ഇത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല. ഈ വാഹനങ്ങൾ വ്യാപകമായതിനാൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രാൻസ്മിഷൻ, ഇന്ധനം എന്നിവ പരിഗണിക്കേണ്ടതില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് കത്തും നൽകി. അപേക്ഷകർക്ക് സ്വന്തം വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം. GPS നിരീക്ഷണ ക്യാമറ എന്നിവ നിർബന്ധമല്ല. ഡ്രൈവിംഗ് സ്കൂളുകൾ വാഹനങ്ങളിൽ ക്യാമറയും GPS വേണമെന്ന് സംസ്ഥാനം. എന്നാൽ സ്വകാര്യ വാഹനങ്ങളുടെ കാര്യത്തിൽ വ്യക്തതയില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ചിലവ് കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അതിർത്തി താലൂക്കുകളിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കും. ഇതിനായി ഏജന്റുമാരും രംഗത്തുണ്ടാകും. പുതിയ നിർദ്ദേശങ്ങൾ പലതും പ്രായോഗികമല്ല. സാമ്പത്തിക ബാധ്യത വരുത്തുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ തിരുത്തണമെന്നാണ് ചിലരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങൾ.